ആ കലങ്ങിന്റെ അടിയിൽ ക്യാമറ കൊണ്ടുപോയി കാണിക്കാമെങ്കിൽ ജനങ്ങൾക്ക് അത് ബോധ്യമാവും. അത് 10-30 കുട്ടികളുമായിട്ട് വന്ന സ്കൂൾ ബസ് ഇത് അങ്ങോട്ട് ചരിഞ്ഞത് തിരിച്ചായിരുന്നെങ്കിൽ ആ കുട്ടികളുടെയൊക്കെ സ്ഥിതി ഒന്ന് മനസ്സിലാക്കുക. അറിവായെന്ന് പറഞ്ഞാൽ നമ്മളിത് ഇന്നലെ വൈകുന്നേരം തൊട്ടേ ഇത് തന്നെ പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ അടുത്തുള്ളത് നമുക്കിത് അറിയാം. ഇത് ചതുപ്പ് സ്ഥലമോ, ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ ചതുപ്പ് സ്ഥലമോ. ഇവർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കാലാകാലങ്ങൾ പണ്ട് മുതൽ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള കാലത്ത് ചെയ്ത ആ ചീപ്പിന്റെ മേളില് കലങ്ങിന്റെ മേളില് ചുമ്മാ മണ്ണിട്ട് ഒന്ന് ഓടിച്ചിട്ട് തട്ടിക്കൂട്ടി ഒരു സർവീസ് റോഡ് എടുത്തതിന്റെ മേളിൽ ഉള്ള ഫലമായിട്ടാണ് ഇത് ഭയങ്കര ഒരു ദുരന്തം ഉണ്ടായി. ഒരു സ്കൂൾ ബസിന്റെ മേളിൽ കൂടെയൊക്കെ മേളിലൊരു വലിയൊരു കിങ്സ് സ്കൂളുണ്ട്. അതിന്റെ ആ സ്കൂള് വിട്ട സമയത്ത് ബസ് ഇറങ്ങി വരുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. 10-30 പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ടുള്ള ഒരു എന്തോ ദൈവം കാത്തെന്ന് പറഞ്ഞാൽ മതി. ഒരു ദുരന്തമാണ് ഒഴിവായി മാറിപ്പോയത്. അതൊന്നും അല്ല. അത് ക്യാമറ കറക്റ്റ് ആ കലങ്ങിന്റെ അടിയിൽ ക്യാമറ കൊണ്ടുപോയി കാണിക്കാമെങ്കിൽ ജനങ്ങൾക്ക് അത് ബോധ്യമാവും. അത് കാരണം എന്ന് പറഞ്ഞാൽ ആ കലങ്ങിന്റെ മേളിൽ ചുമ്മാ മണ്ണിട്ടിട്ട് തട്ടിക്കൂട്ടി ഒരു സർവീസ് റോഡ് എടുത്തല്ലാതെ ഒന്നും അതിനകത്ത് ഫില്ലർ ചെയ്യുകയോ പുതിയ സ്ലാബ് ഇടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിന്റെ ഫലമായിട്ടാണ് സംഭവിച്ചത്. അതുപോലെ തന്നെ കിങ്സ് ഹോസ്പിറ്റലിന്റെ അടുത്തുനിന്ന് ചെയ്തു വെച്ചിരിക്കുന്ന സർവീസ് റോഡ് നോക്കിക്കോണം. ഒരു വണ്ടി ടൈറ്റിൽ വേണം ഓടിപ്പോവാൻ. അതാണൊക്കെ തന്നെ സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലോട്ട് കയറുന്നിടത്തും ചെയ്തു വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒരു വണ്ടി അതിന്റെ മേളിൽ ഇരിപ്പുണ്ട്, ഇടിച്ചു കയറി. ഒന്നിനും ഒരു നിയന്ത്രണവും ഇല്ലാത്ത രീതിയിലാണ് ഇവിടുത്തെ ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. നോക്കാനും കാണാനൊന്നും ആരുമില്ല. ഈ എപ്പാംകുടിയുടെ പദ്ധതിയുടെ മേളിൽ കൂടെയാണ് ഈ റോഡ് പോയിരിക്കുന്നത്. എപ്പാംകുടിയുടെ പദ്ധതിയുടെ മേളിൽ കൂടെ ആണെങ്കിൽ പിന്നെ ഈ റോഡ് വണ്ടി കൊള്ളാനുള്ള ആവശ്യമില്ല. വെള്ളം ഇങ്ങനെ എവിടെയും പൈപ്പുകൾ പൊട്ടി വെള്ളം ഒഴുകി ഈ ഇത്തിക്കല എത്ര ദിവസം കൊണ്ട് കിടന്ന് സമരങ്ങൾ ഉണ്ടാക്കി. ആ സമരം തന്നെ ഒരു കാലഘട്ടത്തിൽ വിജയിച്ചെന്നും പറയുന്നത് വിജയിച്ചില്ലെന്നും പറയുന്നുണ്ട്. ഇതേ കണക്ക് ഈ റോഡുകൾ പല ഭാഗത്ത് ഞാൻ ഇന്നലെ അവിടെ പറഞ്ഞാണ് ഈ റോഡ് അവിടെ ഇച്ചിരി പരാജയം പറ്റും. ഇത് ഭയങ്കരമായ പൊക്കത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഉത്തരവാദിത്തമല്ല. രാത്രി കൊണ്ടുവന്ന് മണ്ണ് കൊണ്ടത് കുറെ എവിടെയെങ്കിലും മണ്ണ് പരിശോധന പോലും നടത്തുകയാണ് ഈ റോഡുകൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് സർക്കാരിനാണ് നേട്ടം, ആർക്കാണ് നേട്ടം? ഈ കൺട്രാക്ടർമാർ ആരെങ്കിലും വന്ന് എന്തെങ്കിലും എടുക്കാൻ വന്നാൽ അവിടെ നോക്കാൻ വന്നാൽ അവിടെ ഉടനെ അങ്ങോട്ട് ഓടിച്ചു വിടുന്ന അല്ലാതെ ഒരു ഉത്തരവാദിത്തക്കുറവാണ് ഈ റോഡ് ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ചെയ്ത അടുത്ത തലമുറയ്ക്ക് അതൊരു പേടി സ്വപ്നം തന്നെയാണ്. ഇന്നലെ തന്നെ 10-30 കുട്ടികളുമായിട്ട് വന്ന സ്കൂൾ ബസ് ഇത് അങ്ങോട്ട് ചരിഞ്ഞത് തിരിച്ചായിരുന്നെങ്കിൽ ആ കുട്ടികളുടെയൊക്കെ സ്ഥിതി ഒന്ന് മനസ്സിലാക്കുക. അതേ കണക്ക് വണ്ടികൾ ഇവിടുന്ന് മാലേക്കട് ജംഗ്ഷൻ തൊട്ട് സിതാര ജംഗ്ഷൻ വരെ ബ്ലോക്കായി കിടക്കാൻ വേണ്ടി ഈ മതിലെളിഞ്ഞിടിഞ്ഞാൽ ഇത് 10-60 കൊല്ലത്തിന് മുമ്പേ ഇവിടെ ടെസ്റ്റ് ചെയ്തതാ ഒരു കലങ്ങായിരുന്നെന്ന്. ആ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇത് മണ്ണ് പരിശോധിച്ചപ്പോഴത്തേക്ക് ഇത് ശരിയല്ല എന്നാണ് ഇന്ദിരാഗാന്ധിയുടെ ഭരണം ഇരിക്കുന്ന കാലത്ത്. അതിനുശേഷം ഇവിടെ ഈ തേക്കിന്റെ കഴയൊക്കെ കൊണ്ടുവന്ന് ഇത് ഇടിച്ചു തട്ട് ഫൈലിംഗ് ചെയ്തതിനു ശേഷമാണ് ഈ ചെറിയ ഒരു കലങ്ങ് അന്ന് ഉണ്ടാക്കിയത്. പിന്നെ അത് വീതി കൂട്ടാൻ നിൽക്കുന്നത് ഈ കുന്നെല്ലാം ഇടിച്ച് ഇവിടെ കൊണ്ടിട്ട് റോഡുണ്ടാക്കാൻ ഈ മണ്ണെല്ലാം അടിയിൽ പോയതാ. കാര്യം ഇത് കുമിളി പോലത്തെ ഉള്ള പുതയിലാണ്. ഇത് ഇനിയും ഇത് നമ്മളിപ്പോഴും ചെയ്ത് എങ്ങനെയും തട്ടിക്കൂട്ടി ചെയ്തു വെച്ചാൽ ഭാവിയിൽ അത് ഭയങ്കരമായ ദോഷങ്ങളുണ്ടാവും. അടുത്ത തലമുറ നമ്മളൊക്കെ ഇന്നലെ നാളെ അടിച്ചു പോകേണ്ട ആൾക്കാരാ. പക്ഷെ അതല്ലല്ലോ ഈ നാട്ടിൽ ചെയ്യുമ്പോൾ ഈ പൈസ മുടക്കി ചെയ്യുമ്പോൾ അതിൻ്റെതായുള്ള വീറും വൃത്തിയായിട്ട് ചെയ്തു കഴിഞ്ഞാലില്ല. ആ തേരി തൊട്ട് അവിടെ കല്ലുമ്പുറോ ആ തേരി തൊട്ട് ഇവിടെ ഒരു മില്ലുണ്ട്, അവിടെയും ഇല്ല. ഈ രണ്ട് ഭാഗവും ഇത് ഫില്ലർ കയറ്റി ഇത് ചെയ്തെങ്കിൽ മാത്രമേ ഇത് കൊണ്ടുള്ളൂ. അതിന്റെ ഇടയിൽ സ്ഥലം കാണും. അത് ഈ പറയുന്ന പഞ്ചായത്തിനോ സർക്കാരിനോ അല്ല കടയ്ക്കോ എന്തൊക്കെ വാടകയ്ക്ക് കൊടുത്താലും ഈ പൈസ അതിലുണ്ടാവും. നമ്മൾ ലാഭം മാത്രമല്ല നോക്കേണ്ടത്, ഇവിടെ ഒരു പുരോഗമനവും വരും, സുരക്ഷയുണ്ടായി. മറ്റേ ഇതല്ല, ഈ മണ്ണിന് എത്ര ടൺ വെയിറ്റ് കാണും നമുക്കറിയാം. അപ്പൊ ഇതേ കണക്ക് ഇനി വിഴിഞ്ഞെടുത്തുനിന്ന് വരുന്ന വണ്ടികൾ ഈ ലോഡും കയറ്റി 150 ടണ്ണും 200 ടണ്ണും അവിടുന്ന് ഇവിടെ വരുമ്പോൾ ഈ റോഡിൽ കൂടെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഏത് കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം. നമ്മളാരും എഞ്ചിനീയറോ അല്ലെങ്കിൽ മറ്റോ ഒന്നുമല്ല, ഇത് കാണുമ്പോൾ അറിയാമല്ലോ. ഇത് ഒന്നും അറിയാമല്ലോ. വടക്കേ ഇന്ത്യയിൽ നിന്ന് കുറച്ച് എഞ്ചിനീയർമാർ വന്ന് അവർക്ക് ഇവിടുത്തെ മണ്ണിനെ പറ്റിയോ ഈ നാടിനെ പറ്റിയോ ഒന്നും അറിയില്ല. നമ്മളാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഓട്ടിക്കും, കേസ് കൊടുക്കും, ഇതാണ്. അപ്പൊ അതുകൊണ്ട് നാട്ടുകാർ പ്രതികരിച്ചില്ലെങ്കിൽ ഇത് വലിയ ദോഷമുണ്ടാവും. അതാണെങ്കിൽ നമ്മളെ ജനപ്രതിനിധികളും ഇവിടുന്ന് പോകുന്ന MP ആയാലും MLA ആയാലും പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും പഞ്ചായത്ത് മെമ്പറായാലും അവർക്കും ചെറിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. അവരെ ഇഷ്ടത്തിന് ഇത് അവർ നോക്കി നിന്നിട്ട് പോയാലൊന്നും ഇത് നടക്കില്ല. ഇത് നമ്മളെ അടുത്ത തലമുറ, നമ്മളൊരു തെങ്ങ് വയ്ക്കുന്നത് നമുക്ക് കരി കുടിക്കാനല്ല, അടുത്ത തലമുറയ്ക്ക് അത് കുടിക്കാനും അതേ കണക്കാണ് ഇത് വർക്ക് ചെയ്യേണ്ടത്.